ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് നമ്മളൊരു ഫുൾ വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ട് രാവിലെ മുതൽ രാത്രി വരെ ഉണ്ട്. അപ്പം നിങ്ങളെല്ലാം കണ്ടൊക്കെ നല്ല രസമാണ്. ഞാൻ രാവിലെ നീച്ചപ്പോൾ ജിതോടെ ചായ കൊടുക്കുകയായിരുന്നു. ഓന് ഇന്നലെ ഇവിടെ വരുന്നതിന് കേട്ടോ. അപ്പം ഇന്ന് രാവിലെ മദ്രസക്ക് പോകാൻ വേണ്ടിയിട്ട് എളുപ്പം ചായ കൊടുക്കണ്ടായിരുന്നു. പിന്നെ അമ്മച്ചി ഇവിടെ പുട്ട് ചുടുണ്ട്. ഇന്ന് പുട്ടായിരുന്നു കേട്ടോ രാവിലെ കടി. പിന്നെ ചായക്കോടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പിന്നെ കറി ഉണ്ടാക്കിയിട്ടില്ല, അവിടെ പഴം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പഴം പുട്ടും കഴിക്കാമെന്ന് വിചാരിച്ച്. എനിക്കാണെങ്കിൽ ഇങ്ങനെ പഴം പുട്ടും അത്ര വലിയ ഇഷ്ടമല്ല. അതിനോട് തന്നെ അമ്മച്ചി എനിക്ക് ഇവിടെ മീൻ പൊരിച്ചെന്നതിനു, പിന്നെ പപ്പടം ഉണ്ടായിരുന്നു. പിന്നെ ഞാനത് രണ്ടും കൂട്ടിയാണ്ട് രാവിലത്തെ ചായ കുടിച്ചു. പിന്നെ ഇമ്മച്ചി ഇവിടെ പുട്ടിക്ക് പപ്പടം പഴമ്പാട് മിക്സ് ആക്കിയിട്ട് അങ്ങനെ കഴിക്കുകയാണ്. ഇമ്മച്ചിൻ്റെ പുതിയ കോമ്പിനേഷൻ ആട്ടത്. പിന്നെ താത്ത പുട്ടുക്ക് ചായ ഒഴിച്ചിട്ട് അങ്ങനെ എടുത്ത് തിന്നുന്നത്. പലർക്കും പല കോമ്പിനേഷനാണ്. ഏതായാലും വലൈക്കും അസ്സലാം. ചേച്ചി മദ്രസ ഇട്ട് വരുന്നുണ്ട്. അപ്പം ഞാൻ അവനോട് ഒന്നും പാടെ വാറിനാണ്ട് പറഞ്ഞു വെച്ചേനി. അതാണ് ആ പഴയക്കനും പിന്നെ ചെറിയൊക്കെ. പിന്നെ അവൻ്റെ മദ്രസത്തെ ഓരോ വിശേഷങ്ങളൊക്കെ ആണ് കേട്ടോ അവൻ പറയുന്നത്. പക്ഷെ മദ്രസ പോയിക്കണ്. ഓക്ക് 9 മണിക്കാ തുടങ്ങുക. അപ്പോൾ ഓളങ്ങനെ പോയിക്കണ്. അന്ന് ഞാൻ പഠിപ്പിച്ചേരാൻ വിളിച്ചുമ്പോ എന്നും ഞാൻ അല്ല ഉറങ്ങിയിട്ടില്ല. ഓൻ എന്തൊരു മടിയെന്ന് അറിയാൻ പഠിച്ചു സ്ഥാനം ഒന്ന് വിളിച്ചണം. റിസ്വാൻ നല്ല മടിയുണ്ട് പഠിച്ചാൻ അറിഞ്ഞ ജുമ്മക്ക് പോകാൻ മടി. പള്ളിക്കോ ഇതെന്താ പറഞ്ഞ കൊയങ്ങാവോ കൂലിപ്പണിക്ക് വയ്ക്കല്ലേ കൊയങ്ങാന്. എന്താ എന്തേ ചുമ്മക്ക് വരാൻ റിസ്വാനെ ചോദിച്ചോ? എന്താ ചുമ്മക്ക് വരാൻ ചോദിച്ചോ? അതിലെന്താ പറഞ്ഞേ? അങ്ങനെ ചായ കുടിച്ച് കഴിഞ്ഞപ്പോണ്ട് താദ്യം മിറസും പാടെ കൂടിയാണ്ട് ഓരോന്നങ്ങനെ കളറിങ് ചെയ്യുന്നു. ഞാൻ പിന്നെ അമ്മച്ചിക്ക് അടിച്ചോരി കൊടുക്കാൻ നിന്നു കേട്ടോ. അപ്പോൾ ഇവിടെ കാകപ്പാടെ കടന്ന് അലമ്പായിനു. അപ്പോൾ അതൊക്കെ വിരിച്ചെടുത്ത് അടിച്ചോരി കൊടുത്തു. ഇഷുവിൻ്റെ സ്റ്റഡി ടേബിൾ ആകെ ബുക്ക് ചിതറി കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ അതൊക്കെ അങ്ങനെ അടുക്കി വെച്ച്. ഓളെ മദ്രസ ബുക്കാണ്, ഇപ്പോൾ സ്കൂളിലല്ലോ. അപ്പോൾ മദ്രസ ബുക്കാണ് ഇതൊക്കെ. അങ്ങനെ എല്ലായിടത്തും അട്ടിക്കൊട്ടി അടിച്ചോരി കൊടുത്തു. അങ്ങനെ എല്ലായിടത്തും തട്ടിക്കൊട്ടി അടിച്ചോരി കൊടുത്തു. പിന്നെ അടുക്കിടയ്ക്ക് പോയപ്പോണ്ട് താത്ത ഇവിടെ ഓളുണ്ടാക്കിയ ഒരു ഐസ്ക്രീമിൻ്റെ അൺബോക്സിങ്ങിലായിരുന്നു കേട്ടോ. ഓളന്നെ ഉണ്ടാക്കിയാണ്. ഇത് എന്താ വെച്ചാൽ മുട്ടപ്പായ ഉണ്ടല്ലോ, അതിനോണ്ട് ഉണ്ടാക്കിയൊരു ഐസ്ക്രീമാണ്. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഐസ്ക്രീം എന്നാണ്. ചൂടാണ്. ഇതിൽ സാമ്പാറാണ്. പിന്നെ ഇവിടെ ചോറ്. മറ്റേ ഐസ്ക്രീം എന്നാണ്. ഇത് ഉപ്പേരിക്കുള്ളത്. പിന്നെ ഇത് എണ്ണയാണ് എന്തോ പൊരിച്ചിൻ്റെ എണ്ണ. പിന്നെ ഇവിടെ മീൻ പൊരിക്കാനുള്ള എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ കവർ ഉരിക്ക. ഒക്കെ ചെടുത്തോ. ഞാനിപ്പോൾ പോയി പച്ചക്കറിയൊക്കെ വാങ്ങി. ഇതൊക്കെ ഞാൻ വാങ്ങിയതാട്ടോ. നമ്മൾ കറക്റ്റാണടാ. പിന്നെ
പിന്നെ പുറത്ത് മമ്മ ഇവിടെ മുരിങ്ങ പറിക്കണ്ടേനു. ഇതൊക്കെ മമ്മാൻ്റെ കൃഷിയാണ് കേട്ടോ. മുരിങ്ങ അങ്ങനെ കുറേ ഉണ്ട് ഇതിൽ കൂടെ. അങ്ങനെ അങ്ങനെ മുരിങ്ങക്കായൊക്കെ പറിച്ച് ഞങ്ങൾ പോവുകയാണ് വീട്ടിലേക്ക്. എടുക്ക്. അപ്പൊ നമ്മളെന്താ കാട്ടണേ? മുറിക്കാണോ? എന്താ മുറിക്കണേ? അതിന്റെ പേരെന്താ? അതിന്റെ പേര് പറയ്. അങ്ങനെ താത്ത സോയാബീൻ്റെ കൂട്ടാനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ. കുറേ കാലമായി സോയാബീൻ തിന്നിട്ട് പറഞ്ഞാണ്ട് ഓള് കൂട്ടാനൊക്കെ ഉണ്ടാക്കിന്. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ പരിപാടി ഞങ്ങള് പുറത്തക്കാര് എങ്ങനെയാണ് ഞങ്ങളെ രക്ഷിച്ചോക്കാതെ പടി പുറത്തക്കാര് രക്ഷിച്ചേ. എന്താ ഐഡിയ. പിന്നെ എന്താ പിടിച്ച ായിരുന്നു കുളിച്ച് നിസ്കരിച്ച് കഴിഞ്ഞിട്ടൊക്കെ. അപ്പം എന്താ ഇവിടെ ടേബിൾ മാവാതെക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടിയിൽ ഈ ശീല കടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അച്ചാറുണ്ട്, മീനുണ്ട്, പിന്നെ താത്താൻ്റെ സോയാബീൻ്റെ കൂട്ടാനുണ്ട്, സാമ്പാറുണ്ട്, പിന്നെ ഉപ്പേരി. ഇതൊക്കെ അന്നത്തെ ഉച്ചക്കത്തെ ഐറ്റംസ് പറയുന്നത്. പിന്നെ ചോറും. അങ്ങനെ ഇതൊക്കെ കൂട്ടി നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചു. ജീതൊക്കെ പോയി പറിച്ചോണ്ടാണ്. യേശും ജീതും റീസും. ഇത് അടിപൊളി കായാണ്. ഇത് എന്താ വെച്ചാല് ഇതിന്റെ പേരെന്താ? മക്കളെ കുട്ടിക്കായ കുട്ടികളെ കുട്ടിക്കായ അടിപൊളിയാണ്. മിനി പാഷൻ ഫ്രൂട്ട്. അത് അല്ല, ഇത് പാഷൻ ഫ്രൂട്ടിന്റെ പേര് കുട്ടികളാ. അല്ല, ഇത് മക്കളെ പറ്റിക്കായി. ഋതുവാനെ അതൊക്കെ നൈസായി കണ്ടെടുക്കണേ. ഓന്റെ കയ്യിൽ എന്റെ കാട്ടി കൊടുത്ത എന്നെ കാട്ടിത്താ. കാട്ടി തന്നാ മതി. എത്ര ഋതുവാനെ മീനാണ് ില്ലേ വെറുതെ ഞങ്ങളെ പറ്റിച്ച ഇബന് കൊറേ പൊറക്കേ. എന്നിട്ട് ഞാൻ അവിടെ പൊളിനടി ചാടി. ഇങ്ങോട്ട് എന്റെ കീസിന്ന് നിറച്ച് പൊട്ടി വീണ്. ഇത് മമ്മാട് പറഞ്ഞിട്ടോ മമ്മ ചീത്ത അറിങ്ങളെ വീണ് പറഞ്ഞാല്. ക്യാരം പുഡിങ് ഉണ്ടാക്കട്ടോ. അവിടെ ഫോൺ വെച്ചിട്ട് അതിലിങ്ങനെ നോക്കി ഇങ്ങനെ ഉണ്ടാക്കുകയാണ്. ഫസ്റ്റ് ട്രൈ ചെയ്തപ്പം ഒന്ന് ജസ്റ്റ് ഒന്ന് പാളി. പക്ഷെ ഓള് തളർന്നില്ല കേട്ടോ. ഓള് പിന്നെ ഉണ്ടാക്കി. ഇതൊക്കെ അമ്മമാരെ കൃഷിയാണ്. നമ്മ സ്വന്തം ഉണ്ടാക്കിയതാണ്. ഞാൻ കൊടുക്കുന്നില്ല, ആർക്കും കൊടുക്കുന്നില്ല. അത് നമ്മക്കില്ല. പിന്നെ ഞങ്ങള് ചായ ഒക്കെ കുടിച്ചു. 4 മണി ചായ ഒരു 5:30 കഴിയുമ്പോൾ അവിടെ കുടിക്കണത്. കടയിൽ വെച്ച് ഇവിടെ കലിത്തപ്പം ഉണ്ടാക്കി. അങ്ങനെ അതൊക്കെ കൂട്ടിയൊക്കെ ഞങ്ങൾ ചായ കുടിച്ചു. റിസുവിന്റെ ഔട്ട്ഫിറ്റ് ആണ്. നീച്ച ബാഗ് മാറ്റി. പുതിയ ഔട്ട്ഫിറ്റ് റിസു കണ്ടുപിടിച്ച ഓൻ്റെ ഔട്ട്ഫിറ്റ് ആണോ. നിങ്ങൾ കമന്റ് ആക്കി എങ്ങനെ ഉണ്ട്. ഇതിങ്ങനെ ഇവിടെ ബൂട്ട് കട്ടായാണ്ട്, പിന്നെ ഇവിടെ ഇങ്ങനെ ഇത്, പിന്നെ ഇവിടെ ഇങ്ങനെ ഇത്. ഏതപ്പോ അത് അത് മതി. ഏതപ്പോ മോഡല് റിസു? എവിടുന്നപ്പൻ കുതിച്ചത്?
ഇപ്പൊ രസമല്ല മറ്റേതോക്കട്ടെ മറ്റേതിരിക്കോട്ടെ ആ ഇപ്പൊ വേറെ മോഡല് ഇത് വേഗിയല്ലടാ വേഗി അറിയുമ്പോ ഇവിടെയൊക്കെ വേഗിക്കാരം ഇത് ഇവിടെ ഫിറ്റല്ലേ ഇതിങ്ങനെ ബൂട്ട് കട്ട് മാതിരിയാണ് ബൂട്ട് കട്ട് ആയിട്ടില്ലെങ്കിൽ ഉണ്ടോ അങ്ങനെ ഇവിടെ ഇങ്ങനെ ലൂസ് ഇവിടെ ഇങ്ങനെ. പിന്നെ ഞങ്ങളെല്ലാവരും താത്ത ഉണ്ടാക്കിയ പുഡിങ് കഴിച്ചു, ക്യാരമൽ പുഡിങ്. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. വായിൽ വെച്ചാൽ അലിഞ്ഞാണ് പോകട്ടോ. എന്താ ടേസ്റ്റ് എന്ന് അറിയാം. നിങ്ങളെല്ലാവരും ഉണ്ടാക്കിക്കൊണ്ട്. പിന്നെ റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ആക്കി കേട്ടോ, നമ്മൾ എന്തായാലും ഇടണേക്കാരം. പിന്നെ രാത്രി നമ്മൾ ഫുഡ് കഴിച്ചു. എന്താണെന്ന് വെച്ചാൽ ചോറും പിന്നെ ഉച്ചക്കത്തെ സാമ്പാറും ഉച്ചക്കത്തെ ഉപ്പേരിയും ഉച്ചക്കത്തെ മീനും പിന്നെ ഇമ്മ ഒരു കറി ഉണ്ടാക്കിനി അതും പിന്നെ ചെമ്മീൻ അച്ചാറും കേട്ടോ കൂട്ടിയത്. ഇതൊക്കെ കൂട്ടി നമ്മൾ രാത്രിക്കത്തെ ഫുഡ് കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്കാക്കുക, ഷെയർ ആക്കുക, കമൻറ്റ് ആക്കുക, സബ്സ്ക്രൈബ് ആക്കുക, സപ്പോർട്ടാക്കി. അപ്പോൾ എല്ലാവരുടെയും അസ്സലാമു അലൈക്കും.